ഒരു MV ഗോവിന്ദന്റെ കയ്യിൽ നിൽക്കുന്നതല്ല SFI. ജീർണതയുടെ അഴുകിപ്പുഴുത്ത സംഘമായി മാറിക്കഴിഞ്ഞു SFI പ്രസ്ഥാനം. ഈ ചട്ടമ്പിമാരുടെ കയ്യൂക്കും തിണ്ണമിടുക്കും ഉണ്ടെങ്കിലേ CPM-ന് പോലും നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥയിലേക്കെത്തി കാര്യങ്ങൾ. ഇനിയും ഈ രാക്ഷസ കൂട്ടത്തെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ആട്ടിപ്പായിക്കുന്ന ദിവസം വിദൂരമല്ല. പിണറായി വിജയന് വേണ്ടി ഒരു ചാവേർ സംഘത്തെ ഉരുവാക്കിയിരിക്കുന്നത് പോലെയാണ് ഇന്നത്തെ SFI-യും DYFI-യും ഒക്കെ. ഒരു കാലത്ത് ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന, കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന പ്രസ്ഥാനം ഇന്ന് കൊലയാളി സംഘങ്ങളായി മാറിയിരിക്കുകയാണ്. കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ അതിദാരുണമായ അന്ത്യം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറെ അപമാനമാണെന്ന് വെട്ടിത്തുറന്നു പറയുകയാണ് ശക്തിധരൻ. SFI-യുടെ ജീർണതയെ അതിശക്തമായി വിമർശിക്കുകയും CPM പിടിപ്പുകേടിനെ തുറന്നു കാട്ടുകയുമാണ് ശക്തിധരൻ. ഇത് കേരളത്തിന് അപരിചിതമായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ വീഴ്ചയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് കാണിക്കുന്നത്. CPM നേതൃത്വം ഇതിൽ പാലിക്കുന്ന നിസ്സംഗത മാപ്പർഹിക്കാത്ത ക്രൂരതയാണ്. കേരളത്തിൽ വിദ്യാർത്ഥി രംഗം അടക്കി വാഴുന്ന കാളികൂളി സംഘത്തെ നിയന്ത്രിക്കാൻ പാർട്ടിക്കോ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കോ കഴിയുന്നില്ല. അത് SFI-യിലെ വൈറസ് സമസ്ത മേഖലകളിലേക്കും ഭണം വിടർത്തി ആടുന്നതിൻ്റെ ദുര്യോഗമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് അനുഭവിക്കുന്നത്. രാഷ്ട്രീയ മേലാളന്മാരുടെ തണലും ആശീർവാദവും ലഭിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ നീചത്വം മൂടിവെക്കപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ മേൽ മാനേജ്മെന്റ് നീചത്വം കാട്ടിയാലും രാഷ്ട്രീയ മേലാളന്മാർ ഒത്താശ ചെയ്യുന്നു. അതാണ് 2017 ജനുവരിയിൽ തൃശൂരിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റെ ദാരുണ അന്ത്യത്തിൽ നാം കണ്ടത്. എവിടെയായാലും നിയമത്തെ അതിൻ്റെ വഴിക്ക് പോകാൻ വാഴുന്നവർ വിടുന്നില്ല. SFI രാഷ്ട്രീയം കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ക്രിയാത്മകവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾ ഇടതുപക്ഷം പഠന വിഷയമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതേക്കുറിച്ച് എഴുതണമെന്ന് ഞാൻ ആലോചിച്ചിരുന്നതാണ്. ഫെബ്രുവരി 18-ന് അതിൻ്റെ ആമുഖവും എഴുതിയിരുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകപക്ഷീയമായ അക്രമത്തേർവാഴ്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത് കണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ലേഖനത്തിൽ പുറത്തുവിടാനുള്ള സ്ഫോടനാത്മകമായ തെളിവുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കാവുന്ന പ്രകമ്പനങ്ങൾ മുൻനിർത്തിയാണ് അത് തുടരാതിരുന്നത്. SFI രൂപം കൊണ്ട 1970 ഡിസംബർ മുതലുള്ള വീരേതിഹാസങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഉജ്ജ്വലമായ ഒരേടാണ്. അന്നൊന്നും ആരും SFI-യുടെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ചോര ചിന്തിയതിനെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ. 52 വർഷം മുൻപ് സെപ്റ്റംബർ 8-ന് SFI-യുടെ പ്രഥമ രക്തസാക്ഷി ദേവപാലന്റെ ചോര ഒഴുകിയ എൻ്റെ നീല നിറത്തിലുള്ള ബൈൻഡുള്ള മാത്തമാറ്റിക്സ് നോട്ട്ബുക്കും KSRTC ബസ് കൺസെഷനും ഇന്നും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു. ഏതോ ബസ് കണ്ടക്ടർ എഴുതിയ സെപ്റ്റംബർ എന്ന അക്ഷരവും അക്കവും മങ്ങിയെങ്കിലും ഇപ്പോഴും അതിൽ കാണാം. വൈകാതെ ആ രക്തസാക്ഷിയെ പാർട്ടിക്ക് വേണ്ടാതെയായി. ഒരു പിടി മണ്ണ് പോലും സൂക്ഷിച്ചില്ല. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ നാട്ടാനുള്ള പതാകയുടെ കൊടിമരം പേരൂർക്കടയിൽ നിന്ന് ഒരിക്കൽ പുറപ്പെട്ടു. കൊടിമരം കൊല്ലത്ത് സമ്മേളന നഗറിൽ എത്തിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ ഏതാനും ദിവസം മുൻപ് വിവാഹിതനായ അന്നത്തെ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ബാബു ഭരദ്വാജ് താമസിക്കുന്ന കുടില് പോലുള്ള വീട്ടിലിറങ്ങി യുവമിഥുനങ്ങളെ ആദ്യമായി സന്ദർശിച്ചു.